റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രം വൻധാരയ്ക്കെതിരെ അന്വേഷണം. പദ്ധതിക്കായി മൃഗങ്ങളെ എത്തിച്ചതാണ് പരിശോധിക്കുന്നത്. അന്വേഷണത്തിന് സുപ്രീം കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഗുജറാത്ത് ജാംനഗറിലെ വൻതാരയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും മൃഗങ്ങളെ എത്തിച്ചതിൽ നിയമലംഘനമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നും സംഘം പരിശോധിക്കും. അഭിഭാഷകൻ ജയ സുഗിൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരിസ്ഥിതി, വന്യജീവി, സാമ്പത്തിക ചട്ടങ്ങളുടെ ലംഘനങ്ങൾ നടന്നുവെന്നാരോപിച്ചാണ് ഒരു കൂട്ടം ഹർജികൾ കോടതിക്ക് മുമ്പാകെ എത്തിയത്. വൻതാര സ്ഥിതി ചെയ്യുന്ന സ്ഥലം, മൃഗക്ഷേമത്തിനായുള്ള മാനദണ്ഡങ്ങൾ, വെറ്റിനറി പരിചരണം, മൃഗങ്ങളുടെയോ മൃഗവസ്തുക്കളുടെയോ വ്യാപാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. വൻതാരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന ഹൈക്കോടതികളിലെ മുൻ ചീഫ് ജസ്റ്റിസ്, മുംബൈ മുൻ പോലീസ് കമ്മീഷണർ, IPS, അഡീഷണൽ കമ്മീഷണർ, കസ്റ്റംസ്, IRS എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ജൂലൈയിൽ കോലാപൂരിലെ ക്ഷേത്രത്തിൽ നിന്നും മഹാദേവി എന്നു പേരുള്ള ആനയെ വൻതാരയിൽ എത്തിച്ചതിൽ വിവാദമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയിൽ ഹർജി. എത്രയും വേഗം അന്വേഷണം നടത്താനും സെപ്റ്റംബർ 12-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതും സംരക്ഷണം ആവശ്യപ്പെടുന്നതുമായി മൃഗങ്ങളുടെ പരിചരണം, പുനരധിവാസം, ചികിത്സ എന്നിവ ലക്ഷ്യമിട്ടാണ് റിലയൻസ് ഫൗണ്ടേഷൻ വൻതാര പദ്ധതി ആരംഭിച്ചത്. ഗുജറാത്തിലെ ജാംനഗറിൽ 3000 ഏക്കറിലാണ് വൻതാര സ്ഥിതി ചെയ്യുന്നത്. 43 ഇനങ്ങളിലായി 2000-ലധികം മൃഗങ്ങളെ പരിപാലിക്കുന്നുണ്ട്. പരിക്കേറ്റ 200ഓളം പുള്ളിപ്പുലികൾ, മുതലകൾ, ആഫ്രിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും രക്ഷിച്ച അപൂർവയിന മൃഗങ്ങൾ എന്നിവയുമുണ്ട്. മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയാണ് വൻതാര എന്ന ആശയത്തിനു പിന്നിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.